ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കൾ, ഡെപ്യൂട്ടി മേയർ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ തലവന്മാരടക്കം വേദിയിലുള്ള സുഹൃത്തുക്കളെ, സദസ്സിലുള്ള തൊഴിലാളികളായ ജീവനക്കാരായും എത്തിച്ചേർന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10-15 വർഷക്കാലത്ത് ഈ മേഖലയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും സംരംഭകരുടെയുമെല്ലാം നിരന്തരമായ ആവശ്യമാണ് ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാകണമെന്നുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാർ സംവിധാനം ഒരുക്കുക എന്നത് നിരന്തരമായ ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലെയും തൊഴിലാളി സംഘടനകളുടെയുമെല്ലാം ആയിരക്കണക്കായ പ്രവർത്തകർ ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേരുകയുണ്ടായി. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് പുതുതായി അംഗീകരിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ അനഭിലഷണീയമായിട്ടുള്ള കച്ചവട പ്രവണതകൾ തടയുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി 2021 ഡയറക്റ്റ് സെല്ലിംഗ് കേന്ദ്ര ചട്ടങ്ങൾ നിലവിൽ വരികയുണ്ടായത്. ആ ചട്ടപ്രകാരം, പ്രസ്തുത ചട്ടപ്രകാരം എല്ലാ സംസ്ഥാന സർക്കാരുകളും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിക്കണമെന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഇന്നു മുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. മോണിറ്ററിംഗ് അതോറിറ്റിയിൽ സംസ്ഥാനത്തെ എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും പ്രതിനിധാനം ചെയ്യുന്ന അംഗങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള തട്ടിപ്പ് കണ്ടാൽ പോലീസ്